പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബൈക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ബൈക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളത്താണ്. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലേസിൽ വന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. നല്ലൊരു ഗ്രൗണ്ട് ആയിരുന്നത്. നല്ല പുൽത്തേടിയൊക്കെ ആയിട്ട് ഇപ്പോൾ മൊത്തം ഇവിടെ പുല്ലൊക്കെ വളർന്ന് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. ഇവിടെ എവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കാണുന്ന ഒരു കെട്ടിടം, അവിടെ ഈ പട്ടികളുടെ പുനരധിവാസ കേന്ദ്രമാണ്. അവിടെ നിന്ന് ഭയങ്കര ബഹളമാണ്. ഇവിടെ ഭയങ്കര ബഹളം, എല്ലാത്തിൻ്റെയും ഫുൾ ബഹളമയോ കേട്ടോ. സാധാരണ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലേസ് കിട്ടാനായിട്ട് ഭയങ്കര പാടാട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. അപ്പോൾ ഇനി വരുമ്പോഴത്തേന് മിക്കവാറും ഇവിടെയൊക്കെ കെട്ടിടങ്ങളൊക്കെ കയറുന്നു. ആ പാടെ ഇവിടെ ഒരു പ്ലേസ് എന്തായാലും നഷ്ടമാവും കേട്ടോ. സോ അത് ചെറിയൊരു വിഷമമുണ്ട്. കണ്ടോ പട്ടികളുടെയൊക്കെ ബഹളം കണ്ടോ. അവിടെ മൊത്തം ഓരിയിടുന്ന ശബ്ദം കേട്ടോ. ഈ ഒരു ബഹളത്തിൽ നിന്നിട്ട് എങ്ങനെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ ഓർക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് എന്ന് പറയുന്നത്, സ്കോട്ടിൻ്റെ മെട്രിക്സ് 20. ഇതൊരു സ്പെഷ്യൽ ബൈക്കാണ്. എന്തുകൊണ്ട് ഞാനിതൊരു സ്പെഷ്യൽ ബൈക്ക് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഈ പട്ടികളെ ഒരു രക്ഷയിലോട്ട് സമ്മതിക്കുന്നില്ല. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ഹൈബ്രിഡ് ബൈക്കാണെന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഇതൊരു ഹൈബ്രിഡ് ബൈക്ക് അല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാറ്റ് ബാർ റോഡ് ബൈക്കാണ്. അതായത് ഒരു കണ്ട ഹൈബ്രിഡ് ഒക്കെ ആണെന്ന് തോന്നുമെങ്കിലും ഒരു റോഡ് ബൈക്കിൻ്റെ ആ ഒരു പെർഫോമൻസും ഹൈബ്രിഡിൻ്റെ ഒരു കംഫോർട്ടും കൂടി ചേരുന്നൊരു ബൈക്കാണ്. അപ്പോൾ ഇതൊരു പക്ക എൻഡ്യൂറൻസ് ജിയോമെട്രിയാണ് വരുന്നത്. കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് അടിപൊളി ബൈക്കാണ് കേട്ടോ. ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹൈബ്രിഡ് ഒക്കെ കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കാം. എന്നാൽ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫോമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ നമുക്ക് റഫ് റോഡ്സിലൊക്കെ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. നല്ലൊരു ജിയോമെട്രിയാണ്. പിന്നെ ബൈക്കിലേക്ക് വന്നാൽ വളരെ സിമ്പിളായിട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന സ്കോട്ടിൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനും കളർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ കളർ തന്നെയാണ് ഏറെ എനിക്ക് സ്പെഷ്യലായിട്ട് തന്നെ തോന്നിയത്. ഒരു മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് ഒരു ഗ്രീൻ ആട്ടോ, ഒരു പ്രത്യേക ടൈപ്പ് ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനാണ്. കണ്ടോ, നല്ല രസമാട്ടോ. ഇപ്പോഴത്തെ സ്കോട്ടിൻ്റെ ബൈക്കിനൊക്കെ അവരിങ്ങനെ ഒരു ഡാർക്ക് തീം അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അവരുടെ ഒരു പെയിൻറ്റ് ജോബ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക്സൊക്കെ നോക്കി കണ്ടോ, ലൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആരും കാണാത്ത സ്ഥലത്തെ കൊണ്ട് എൻ്റെ സ്കോട്ടിൻ്റെ ലോഗോ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോളിഗൻ്റെ ബൈക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫോർക്കിൻ്റെയൊക്കെ അകത്ത് ഈ ചെയിൻ സ്റ്റൈഡൊക്കെ ഇവിടെ അകത്ത് കൊണ്ട് കൊടുത്തത് ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണോ? പക്ഷേ അമ്മാരാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണം. ഈ ഒരു സ്കോട്ടിൽ നമുക്ക് കാണാം. പക്ഷേ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു സ്പൈഡർമാൻ്റെ ഒക്കെ ഒരു നെറ്റൊക്കെ പോലെ തോന്നുന്നുണ്ട്. അതിൽ മെട്രിക്സ് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ സംഭവം? ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു പിടിയില്ല കേട്ടോ. ചെറുതായിട്ട് നമുക്ക് സ്കോട്ടിൻ്റെ ലോഗോ ഇവിടെ കാണാം. ഇത് ഈ ഒരു ട്യൂബിലൊക്കെ ലോഗോ ഒന്നുമില്ല, അവിടെ പ്ലെയിൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ സൈക്കിള് കണ്ടു കഴിഞ്ഞാൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ ഒരു സിമ്പിളായിട്ടൊരു ബൈക്കാണ് കേട്ടോ. നല്ല രസമാട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രെയിം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബട്ടഡ് അലോയ് ഫ്രെയിമാണ് കേട്ടോ. 6061 ഡബിൾ ബട്ടഡ് അലോയ് ഫ്രെയിമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ബൈക്കിൻ്റെ ഒരു ഓവറോൾ വെയിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അബൌട്ട് 10 kg ആട്ടോ. പിന്നെ ഫ്രെയിം സൈസ് നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ മേളിലേക്ക് XXL വരെയുള്ള സൈസിലുണ്ട്. ഇത് മീഡിയം സൈസാണ് ഈ ഒരു ബൈക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഫ്രെയിമിലേക്ക് വന്നാൽ നമുക്ക് ഇതുണ്ടോ മൗണ്ട് ചെയ്യാനുള്ള ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ വെക്കാനായിട്ടുള്ള മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ 2 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വേണമെന്നുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് കയറ്റി വയ്ക്കണമെന്നുണ്ട് നമുക്ക് അങ്ങോട്ട് കയറ്റി വയ്ക്കാനുള്ള ഓപ്ഷൻ അവിടെ ഈ 3 വരുന്നതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ട്യൂബിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഫ്രെയിം ബാഗ് കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബൈക്ക് പാക്ക് ചെയ്യാനായിട്ട് ടൂർ ചെയ്യാനൊക്കെ ആയിട്ട് ലോങ് റൈഡ്സിനും കമ്മ്യൂട്ട് ചെയ്യാനൊക്കെ ഇതൊരു ഓൾറൗണ്ടർ ബൈക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സ്കോട്ടിൻ്റെ സബ് ക്രോസ് ഒക്കെ ഓടിക്കുന്ന ഒരു റൈഡിങ് കംഫോർട്ട് തന്നെയാണ് ഇതെനിക്ക് ഓടിച്ചു പോകുന്നത്. എന്നാൽ അതിലൊക്കെ നല്ലൊരു പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു കേബിൾ റൂട്ടിംഗ് ഒക്കെ ഒരു ഹെഡ് ട്യൂബിൻ്റെ ഒക്കെ ഉള്ളിക്കോടെ വിട്ടേക്കണോണ്ട് തന്നെ ഇവിടെ ഒരു കേബിളിൻ്റെ ഒരു യാതൊരുവിധ അഭംഗിയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അലോയ് ഫ്രെയിമാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഒരു ബൈക്കിന് വരുന്നത് കാർബൺ ഫോർക്കാണ്. ഒരു ഫുൾ കാർബൺ ഫോർക്കാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സ്പേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. അതിനുള്ള അത് പ്രാക്ടിക്കലാണെന്ന് തന്നെ തോന്നുന്നു. കണ്ടോ ഇവിടെ സ്പേസ് ഉണ്ട്. ഈ ബാക്കിലൊക്കെ നമുക്ക് കാണാം കണ്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗിയർ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്കിന് ഷിമാനോ ടിയാഗ്രയാണ് 10 സ്പീഡ് ടിയാഗ്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻ്റെ ഒരു ഷിഫ്റ്റർ നോക്കാം. ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഷിഫ്റ്ററാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ടിയാഗ്രയുടെ തന്നെ ഡബിൾ ഷിഫ്റ്റ് ആട്ടോ. അതായത് സാധാരണ നമ്മുടെ ഷിമാനോയുടെയൊക്കെ ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ അപ്പ് ചെയ്യണത് പുറകോട്ട് ഇങ്ങനെ പുള്ളി ചെയ്തിട്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇത് നമുക്ക് 2 ആക്ഷനിൽ ഇതിൻ്റെ ഷിഫ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ചെറിയ ലിവറാട്ടോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പുഷ് ചെയ്തുകൊണ്ടും പുള്ളി ചെയ്തുകൊണ്ടും 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എന്നാൽ ഈ ഒരു ട്രിഗർ വരുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയാണ്. ഈ ഒരു ചെറിയ ഈ ട്രിഗർ മാത്രം 2 രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ഷിഫ്റ്റിംഗ് ആട്ടോ ഇതിന് പറയുന്നത്. ഷിമാനോ ടിയാഗ്രയാണ് 2x10 അതായത് ടോട്ടൽ 20 സ്പീഡ് ഗിയർ കോമ്പിനേഷനാണ് ഈ ഒരു ബൈക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിറൈലേഴ്സ് നമുക്ക് ഫ്രണ്ട് ആൻഡ് റിയർ വരുന്നത് ഷിമാനോ ടിയാഗ്രയാണ്. ക്രാങ്ക് ഷിമാനോ ടിയാഗ്രയാണ്. അത് 5034 ആണ് വരുന്നത്. കാസറ്റ് 1132 ആട്ടോ. അപ്പോൾ നമുക്ക് ക്ലൈംബിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:1 ഇതിൽ വരുന്നില്ല. പക്ഷേ പെർഫോമൻസ് സൈഡ്
കിട്ടുന്നുണ്ട്. 50-11 നമുക്കൊരു സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പൊടിക്ക് ക്ലൈംബിംഗ് റേഷ്യോ കുറവുള്ളതായിട്ട് തന്നെയാണ് തോന്നിയത്. ഞാൻ ക്ലൈംബ് ചെയ്ത് നോക്കിയില്ല. പിന്നെ ഷിമാനോയുടെ ബോട്ടം ബ്രാക്കറ്റും KMCയുടെ ചെയിനും കൂടെ ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവ് ട്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഹാൻഡിൽ ബാർ വന്നുകൊണ്ടാണല്ലോ ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് ഹാൻഡിൽ ബാർ റോഡ് ബൈക്ക് എന്ന് പറയുന്നത്. സിൻക്രോസിൻ്റെ ഹാൻഡിൽ ബാർ ആണ് കൊടുത്തിരിക്കുന്നത്. 620 mm ആണ് ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രിപ്പും വളരെ സ്പെഷ്യലാണ്. സിൻക്രോസിൻ്റെ ഗ്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, നമുക്കിത് രണ്ട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻസ് മാറ്റി മാറ്റി നമുക്ക് പിടിക്കാൻ പറ്റും. റൈഡ് ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ പിടിക്കാം. അങ്ങനെ പിടിക്കാൻ നമുക്കത് ഇവിടെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ കൈ കറക്റ്റായിട്ട് ആ പൊസിഷനിലിരുന്നോളും. പിന്നെ നമുക്ക് കുറേ ദൂരം അങ്ങനെയൊക്കെ ഓടിച്ച് മടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ പിടിച്ചുകൊണ്ട് നമുക്ക് റൈഡ് ചെയ്യാം. എർഗണോമിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഈ ഒരു പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൈയൊക്കെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഗ്രിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഹെഡ്സെറ്റ് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെം കമ്പോണൻസ് ഒക്കെ വരുന്നത് സിൻക്രോസിൻ്റെയാണ്. ഇതിൽ വരുന്ന ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ടെക്ട്രോയുടെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ്. ടെക്ട്രോയുടെ കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ടെക്ട്രോയുടെ ബ്രേക്കും കാലിപ്പറൊക്കെ ടെക്ട്രോയുടെയാണ്, അതിൻ്റെ ബ്രേക്ക് ലിവറൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ റോട്ടർ നോക്കി കഴിഞ്ഞാൽ ഷിമാനോടെയാണ്. എനിക്ക് തോന്നുന്നത് അവൈലബിലിറ്റിയുടെ ഒരു ഇതുകൊണ്ടാണോ ടെക്ട്രോ കൊടുത്തേക്കെന്ന് അറിയില്ല. ഇതിൻ്റെ ഒരു പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ആ ഒരു ഷിമാനോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിരുന്നേനെ എന്നുള്ളൊരു ചെറിയൊരു ഒപ്പീനിയൻ ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു ഷിമാനോ ഒക്കെ നോക്കുന്നവർക്കാണ് ആ ഒരു പ്രശ്നം. പക്ഷേ അതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡ് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ടെക്ട്രോയുടെ ബ്രേക്കാണ്, നല്ല ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ബ്രേക്കാണ്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ റോട്ടർ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമുക്ക് 180 mm ആണ് ഷിമാനോയുടെ റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. റിയറിൽ ഷിമാനോയുടെ തന്നെ 160 mm റോട്ടറാട്ടോ. MTBയിലൊക്കെ വരുന്ന പോലെ, അതായത് ഒരു കൂടിയ പ്രൈസിലൊക്കെ വരുന്ന MTBയിലൊക്കെ വരുന്ന പോലെ തന്നെ ഫ്രണ്ടിലെ റോട്ടറിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. 180 mm, റിയറിലെ 160 ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ബൈറ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിരിക്കും ബ്രേക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ വീൽ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ റിമ്മ് നോക്കാം. രണ്ട് റിമ്മും വരുന്നത് സിൻക്രോസിൻ്റെയാണ്, അലോയ് റിമ്മാണ് വരുന്നത്. ഇതിൻ്റെ ഹബ്ബ് വരുന്നത് ഫോർമുലയുടെയാണ്. 28 ഹോള് ഫോർമുലയുടെ ഹബ്ബാണ് ഫ്രണ്ടും റിയറും വരുന്നത്. അതുപോലെ തന്നെ ഇത് ത്രൂ ആക്സിലാണ്. ഇതിൻ്റെ ഫ്രണ്ടും റിയറും ത്രൂ ആക്സിലാണ്. അപ്പോൾ ഈ കാണുന്ന സംഭവം എന്ന് പറയുന്നത് ഇത് ക്വിക്ക് റിലീസ് അല്ല, ഇത് ആക്ച്വലി സ്ക്രൂവർ ലിവറാണ്. ഈ ലിവർ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ രണ്ട് വീലും അയച്ചെടുക്കുന്നത് കേട്ടോ. സ്ക്രൂവർ ലിവറാണ്. അതുപോലെ തന്നെ ടയർ എന്ന് പറയുന്നത് ഷ്വാൽബയുടെ G1 എന്ന് പറഞ്ഞ ടയറാണ്. G1 ഓൾ റൗണ്ട് എന്ന് പറഞ്ഞ ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഫ്ലാറ്റ് റോഡിലായിക്കോട്ടെ കുറച്ച് റഫ് ആയിട്ടുള്ള റോഡിലായിക്കോട്ടെ രണ്ട് കണ്ടീഷനിൽ നല്ല പെർഫോമൻസ് കിട്ടുന്ന ടയറാണ്. ഞാൻ ആ ഒരു റഫ് കണ്ടീഷനിലൊക്കെ ഓടിച്ചിട്ട് നല്ല, അതായത് അങ്ങനെ അധികം വൈബ്രേഷൻ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നില്ല. മെയിനായിട്ട് ആ ഒരു ഇമ്പാക്റ്റ് എടുക്കുന്നത് അതിൻ്റെ ഒരു ടയറും പിന്നെ ഒരു കാർബൺ ഫോർക്കാണ്. അപ്പം വളരെ ലോ ആയിട്ടുള്ള വൈബ്രേഷനൊക്കെയാണ് കിട്ടുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രാവൽ ബൈക്കിൻ്റെ ഒക്കെ ഒരു ലുക്കായിട്ട് തോന്നുന്നു. ഗ്രാവൽ ബൈക്കല്ല ആക്ച്വലി, ഇതൊരു നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്റ്റർ എന്നൊക്കെ പറയുന്ന അപ്രൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ സ്കോട്ടിൻ്റെ സബ്ക്രോസൊക്കെ ഓടിക്കുന്ന ഏകദേശം ആ ഒരു റൈഡിങ് ഫീലാണ് എനിക്ക് തോന്നുന്നത്. കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ റോഡ് ബൈക്ക് എന്നൊക്കെ പറയുന്നതിന് മെയിനായിട്ടും ആ ഒരു ഡ്രോപ്പ് ബാറൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ആ ഒരു റൈഡിങ് പോസ്റ്ററൊക്കെ ഇഷ്ടമായെന്ന് വരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേനും റോഡ് ബൈക്കിൻ്റെ ഒരു പെർഫോമൻസും എന്നാൽ കംഫോർട്ടും കിട്ടുന്നുണ്ട്. അത്ര നമ്മുടെ ഒരു പെർഫോമൻസ് റോഡ് ബൈക്കിൻ്റെ അത്ര റോളിംഗ് ഒന്നുമില്ല. എന്നാൽ ഒരു ഗ്രാവൽ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടുന്നത് അത്തരത്തിലാട്ടോ ഇത്. അതായത് ഒരു ഫ്ലാറ്റ് ബാർ റോഡ് ബൈക്ക് എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് പറയുന്നതിലൊക്കെ അപ്പുറം ഒരു ഓൾറൗണ്ടർ ബൈക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗോ എനിവെയർ ബൈക്ക് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അത്യാവശ്യം എല്ലാ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാഡിൽ എന്ന് പറയുന്നത് സിൻക്രോസിൻ്റെ ടോഫിനോ എന്ന് പറഞ്ഞൊരു സാഡിലാട്ടോ. ഈ ഒരു സാഡിൽ ഇവരുടെ സ്കോട്ടിൻ്റെ ബൈക്കിനും ബെർഗമോണിൻ്റെ ഒക്കെ ബൈക്കിന് ഒരുപാട് മോഡൽസ് വരുന്ന കേട്ടോ. ഇത് ഫെമിലിയർ ആയിട്ടുള്ളൊരു സാഡിലാണ് ടോഫിനോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു ടയറിൽ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിനോട് മാച്ചിങ് ആയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിന് തന്നെ ഗ്രേ കളർ വരുന്നുണ്ട്, സ്കോട്ടിൻ്റെ ബൈക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സാഡിൽ കംഫോർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ലോങ് റൈഡ് ചെയ്യുമ്പം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദൂരം ഓടിച്ച് നോക്കുള്ളൂ. അങ്ങനെ നോക്കും കുഴപ്പമില്ല. ഞാൻ പിന്നെ പാഡഡ് ഷോർട്ട്സ് ഇട്ടാണ് റൈഡ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ സൈക്കിളിൽ അധികം ഇന്നോവേഷൻസ് നടക്കാത്ത ഒന്നാട്ടോ സാഡിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു പരിധി കൂടുതൽ കംഫോർട്ട് അതിൽ നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ എത്ര ജെല്ലായിട്ടുള്ള ഒരു സാഡിൽ കൊണ്ട് ഫിക്സ് ചെയ്താലും നമുക്ക് ഒരു കുറേ ദൂരം ഓടിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു മരവിപ്പ് ഫീൽ ചെയ്യും. അതിപ്പോൾ ബ്രൂക്സിൻ്റെ സാഡിലാണെങ്കിൽ പോലും ബ്രൂക്സിൻ്റെ സാഡിൽ ഭയങ്കര കംഫർട്ടൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ലോങ് റൈഡ്സിനൊക്കെ ഷോർട്ട്സൊക്കെ വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പരിധി വരെയൊക്കെ ശരിയായിരിക്കാം. പക്ഷേ നമ്മളൊരു കാറിലിരുന്ന് പോകണം അല്ലെങ്കിൽ മറ്റുള്ള വാഹനത്തിലൊക്കെ ഇരുന്ന് പോകണം അത്രയും ഒരു കംഫർട്ട് സൈക്കിളിന് നമുക്ക് ആ ഒരു പരിധി കൂടുതൽ ഇന്നോവേഷൻ അതിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളത് ഓവർകം ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പാഡഡ് ആയിട്ടുള്ള ഷോർട്സ്, അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ കിട്ടുന്ന നല്ല ഷോർട്സൊക്കെ ഇട്ടിട്ടാണ്
നമ്മൾ ആ ഒരു നമ്മുടെ ഒരു കംഫോർട്ട് നമ്മൾ ബെറ്റർ ആക്കി എടുക്കുന്ന കേട്ടോ. അല്ലാതെ ഒരു സാഡിലെ ഒരു പരിധി കൂടുതൽ നമുക്ക് കംഫോർട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലോങ് റൈഡ് ചെയ്യുമ്പം ടൂറൊക്കെ ചെയ്യുമ്പോഴത്തേനും എക്സ്ട്രാ ഒരു ജെൽ ഷോർട്സോടെ നമുക്ക് പെയറായിട്ട് ഒരു ഷോർട്സോടെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഷോർട്സ് യൂസ് ചെയ്ത് കുറച്ച് അവേഴ്സ് കഴിയുമ്പോഴത്തേനും ഒന്ന് കംപ്രസ് ആകുമല്ലോ. എന്നാലും നമ്മുടെ ആ ഒരു പെയർ ഷോർട്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു കംഫോർട്ട് നമുക്ക് ബെറ്ററാക്കി എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. മറിച്ച് ഞാൻ ഈ സാഡിലിനെ കുറിച്ച് പറഞ്ഞതിൽ മറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ കമ്പോണൻസ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റോക്കായിട്ടൊരു പെഡൽ വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അത് MTVയിലൊക്കെ കാണുന്ന പോലെ നല്ല വിട്ടായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പെഡലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബൈക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയുക, ഈ ഒരു സെഗ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് പറയുക. പിന്നെ നമ്മുടെ ഈ ഒരു സ്കോട്ടിൻ്റെ മെട്രിക്സ് 20യുടെ പ്രൈസ് എന്ന് പറയുന്നത് 99,000 രൂപ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഈ ഒരു ബൈക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തെ ബൈസിക്കിൾ ആർട്ടാണ്, നമ്മുടെ സ്വന്തം വിനീത് ബ്രോയാണ്. അപ്പം സ്കോട്ടിൻ്റെ ബൈക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.